നമസ്തേ. നമ്മൾ പ്രവീൺ ഉത്തരാർദ്ധിലുള്ള രണ്ടാമത്തെ പേപ്പറിൽ അതിൽ ചന്ത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ചന്ത് എന്നുള്ളതിൽ വരുന്നത് ഇപ്രാവശ്യത്തെ എക്സാമിന്, ഒക്ടോബറിലുള്ള എക്സാമിന് മാത്രിക് ചന്ത് മാത്രമേ പഠിക്കാനുള്ളൂ. ആദ്യം ചന്ത് എന്താണെന്ന് നോക്കാം. मात्रा या वर्ण के निश्चित क्रम के साथ गति यदि तुक आदि के नियमों से युक्त रचना को पद्य या छंद कहते हैं. മാത്രകളുടെയും വർണ്ണങ്ങളുടെയും നിശ്ചിതമായ ക്രമത്തോടൊപ്പം അതിൻ്റെ ഗതി, യതി, തുക്ക് മുതലായ നിയമങ്ങളുടെ യുക്തമായ രചനയെ പദ്യ അതല്ലെങ്കിൽ ചന്ത് എന്ന് പറയുന്നു. ചന്ത് യാ പദ്യ ചരണോമേ ഹോത്തേ ഹെ. ചന്ത് അല്ലെങ്കിൽ പദ്യങ്ങൾ ചരണങ്ങളായി, വളരെയധികം ചരണങ്ങളായിട്ടാണ് ഉണ്ടാവുക. ഇതിനെയും പദ്ബി കഹത്തെ ഹെ, അതിനെ പാദങ്ങളെന്നും പറയുന്നു. ചതുഷ്പതി കെ ചാർ ചരൺ ഔർ ഷഡ്പതി കെ ഛേ ചരൺ ഹോത്തേ ഹെ. ചതുഷ്പതി എന്നാൽ 4 വരികളും ഷഡ്പതി എന്നാൽ 6 വരികളുമാണ് ഉണ്ടായിരിക്കുക. കബി കബി ചാർ ചരൺ 2 പങ്ക്തിയോമേ ലിഖേ ജാത്തേ ഹെ ജൈസേ ദോഹ. ചില സമയങ്ങളിൽ 4 ചരണങ്ങളെ 2 വരികളായി എഴുതും. അപ്രകാരം വരുന്നതിനെ നമ്മൾ ദോഹ എന്ന് പറയുന്നു. പഹലെ और तीसरे चरण को विभम चरण तथा दूसरे और चौथे चरण को समचरण कहते हैं. ആദ്യത്തെയും മൂന്നാമത്തെയും ചരണത്തെ വിഭം ചരണം എന്നും രണ്ടാമത്തെയും നാലാമത്തെയും ചരണത്തെ നമ്മൾ സമചരണങ്ങളെന്നും പറയുന്നു. ചന്ത് കോ ദേവ് ഭേദ് ഹെ. ചന്ദിന് 2 ഭേദങ്ങളാണ് ഉള്ളത്, മാത്രിക് ചന്ത്, വർണിക് ചന്ത്. മാത്രിക് ചന്ത് എന്നാൽ ഇസ്കെ ചരണോമേ മാത്രാവും കി സംഖ്യ സമാൻ ഹോത്തി ഹെ. ഇതിൻ്റെ ആ വരികളിൽ മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അപ്രകാരം വരുന്നതിനെ മാത്രിക് ചന്ത് എന്ന് പറയുന്നു. വർണിക് ചന്ത് എന്നാൽ ഇസ്കെ ചരണോമേ വർണ്ണോം കി സംഖ്യ സമാൻ ഹോത്തി ഹെ. ഈ ചരണങ്ങളിൽ വർണ്ണങ്ങളുടെ സംഖ്യ സമാനമായിരിക്കും, ഒരുപോലെയായിരിക്കും വരിക. മാത്ര എന്നാൽ എന്താണ്? കിസി വർണ്ണ കെ ഉച്ചാരൺ മേ ജോ സമയ ലഗ്താ ഹെ ഉസേ മാത്ര കഹത്തെ ഹെ. ഒരു വർണ്ണം ഉച്ചരിക്കുന്നതിന് എത്ര സമയം എടുക്കുന്നുവോ അതിനെ മാത്ര എന്ന് പറയുന്നു. പലക് മാർനെ യാ ചുട്കി ബജാനെ കെ സമയ ലഗ്താ ഉസ് സമയ കോ ഏക് മാത്ര കഹത്തെ ഹെ. ഒരു സെക്കൻഡ് നേരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാത്ര എന്ന് പറയുന്നത്. മത്ത, കൽ, കല ആദി മാത്രയ്ക്ക് സമാനാർത്ഥക് ശബ്ദ ഹെ. ഇതിനെല്ലാം തുല്യമായ അർത്ഥങ്ങളുണ്ട്. ഹ്രസ്വസ്വർ കി ഏക് മാത്ര, ദീർഘസ്വർ കി 2 മാത്രയും ഹോത്തേ ഹെ. ഹ്രസ്വസ്വറിന് 1 മാത്രയും ദീർഘസ്വറിന് 2 മാത്രകളുമാണ് ഉണ്ടായിരിക്കുക. ഹ്രസ്വക്കോ ലഘു ഓർ ദീർഘക്കോ ഗുരു കഹത്താ ഹെ. ഹ്രസ്വത്തെ ലഘു എന്നും ദീർഘത്തെ ഗുരു എന്നും പറയുന്നു. एक मात्रा के लिए खड़ी पाई का चिन्ह और 2 मात्राओं के लिए खड़ाघार चिन्ह को प्रयोग किया जाता है. ഒരു മാത്രയുള്ളതിനെ ഖടിപായി, ഇതിനെ ലഘു എന്നും പറയുന്നു. 2 മാത്രകൾ വരുന്നതിനെ ഘടാകാർ, ഇപ്രകാരം എഴുതുന്നതിനെ ഗുരു എന്നുമാണ് പറയുന്നത്. കിസി ഏക സോദാഹരൺ ലക്ഷൺ ബതായിയെ. ഇതാണ് ഈ ചന്തിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ. ഇപ്രകാരമായിരിക്കും. ഏതെങ്കിലും ഒരു ചന്തിൻ്റെ വൃത്തത്തിൻ്റെ ഉദാഹരണ സഹിതം ലക്ഷണം എഴുതുക. മാത്രിക് ചന്ത്. മാത്രിക് ചന്തിൽ ആദ്യത്തേത് ചൗപ്പായി എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷണം ഇതാണ്. അതിൽ പറയുന്നത്, ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. കൽ സോലഹ് ജത്ത് അന്ത് ന ദീജെ എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ മാത്രിക് ചന്തിൽ 16 മാത്രയാണ് ഈ ഇതിൽ ഉള്ളത്. ചൗപ്പായിക്ക് 16 മാത്രകളാണ് ഉണ്ടായിരിക്കുക. ഈ മാത്രകൾ മനസ്സിലാക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ഈ ഒരു ഖടിപായി വന്നു കഴിയുമ്പോൾ നമ്മളതിനെ ലഘു എന്നും, ഒരു ഖടാപായി വന്നു കഴിയുന്ന സമയത്ത് നമ്മളതിനെ ഖടാകാർ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ ഗുരു എന്നാണ് പറയുക എന്ന് പറഞ്ഞു. അതിനാൽ ഇതിൽ കൽ എന്നുള്ളത് 2 ലഘുവാണ്. അടുത്തതിൽ 1 ഗുരുവും 2 ലഘുവുമാണ്. സോ എന്നുള്ളത് ഗുരുവും ല ഹ എന്നുള്ളത് 2 ലഘുവുമാണ്. ജത്ത് എന്നുള്ളത് 2 ലഘു, അന്ത് എന്നുള്ളത് 1 ഗുരുവും 1 ലഘുവും, ന എന്നുള്ളത് ലഘു, ദീജെ എന്നുള്ളത് 2 ഗുരു. ഇപ്രകാരമാണ് 16 മാത്രകൾ വന്നിരിക്കുന്നത്. ഇതിൽ 16 മാത്ര എന്നുദ്ദേശിച്ചത് സ പ്ലസ് ഓ, സോ എന്നുള്ളത് ഈ ഒരു മാത്രയായി കണക്കാക്കിയത് കൊണ്ടാണ് ഇതിന് 16 മാത്രകൾ. അതുപോലെ തന്നെ അന്ത് എന്നുള്ളതിൽ ആ കഴിഞ്ഞ് മുള്ള എന്നുള്ള ആ ശബ്ദം വന്നിട്ടുണ്ട്. ദീജെ എന്നുള്ളത് ദ പ്ലസ് ഇ, ദി, ജ പ്ലസ് ഐ, ജയ്.
ഇപ്രകാരം ഓരോ ഇതിനെയുമാണ് നമ്മൾ മാത്രകളെന്ന് പറയുന്നത്. അതിനാലാണ് ഇവിടെ 16 മാത്രകൾ വന്നിരിക്കുന്നത്. ചൗപ്പായിക്ക് 16 മാത്രകളാണ്. അതിൻ്റെ ലക്ഷണം എന്താണെന്ന് നോക്കാം. യഹ് മാത്രിക് സം ചന്ദ് ഹേ, ഇത് മാത്രിക് സം ചന്താണ്, തുല്യമായതാണ്. ഇസ്മേം 4 ചരൺ ഹോത്തെ ഹേ, 4 വരികളാണ് ഉണ്ടായിരിക്കുക. ഇസ്കെ ഹർ ഏക് ചരൺമേം 16 മാത്രയും ഹോത്തി ഹേ, ഇതിൽ ഓരോ വരികളിലും 14 മാത്രകൾ ഉണ്ടായിരിക്കും. ചരണാന്ത് മേം യാത്തോ ദോ ഗുരു ഹോത്തെ ഹേ യാ ദോ ലഘു, ഇതിൻ്റെ അവസാനം വരുന്ന സമയത്ത് ഒന്നുകിൽ 2 ഗുരുവായിരിക്കും അല്ലെങ്കിൽ 2 ലഘുവായിരിക്കും. ചരണാന്ത് മേം ജഗൺ അഥവാ തഗൺ മേം പ്രयोग നഹി ഹോന ചാഹിയെ, അവസാനം വരികളുടെ അവസാനം ഒരിക്കലും ജഗൺ എന്ന് വെച്ചാൽ ഒരു ലഘു ഒരു ഗുരു ഒരു ലഘു, അതല്ലെങ്കിൽ തഗൺ 2 ഗുരുവും ഒരു ലഘുവും ഇപ്രകാരം ഉപയോഗിക്കാനായി പാടുകയില്ല. ചാരോം ചരണോം കാ തുക്കാന്ത് ഹോന ചാഹിയെ, ഓരോന്നിൻ്റെയും അവസാനം തുക്കാന്ത് ഉണ്ടായിരിക്കണം. കിന്തു അധികതർ 2 ചരണോം കാ തുക്കാന്ത് ഹി മിൽത്താ ഹേ, എന്നാൽ കൂടുതലായും 2 ചരണങ്ങൾക്ക് തുക്കാന്ത് ഉണ്ടായിരിക്കും. തുക്കാന്ത് എന്ന് വെച്ചാൽ അവസാനം വരുന്ന വാക്കുകൾക്ക് താരതമ്യം ഉണ്ടായിരിക്കുക, അതിനെയാണ് നമ്മൾ തുക്കാന്ത് അതല്ലെങ്കിൽ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ദാമിൻ ദം രഹൻ ഘൻ മാഹി കൽക്കെ പ്രീതി ജയാ ദിർ നാഹി വർസഹി ജലത് ഭൂമി നിയരായേ യഥാ നവഹി ബുദ്ധ് വിദ്യ പായേ. ഈ വരികൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയും അവസാനം വന്നിരിക്കുന്നത് 2 ഗുരുവാണ്. എല്ലാത്തിലും വന്നിരിക്കുന്നത് 2 ഗുരുവായിട്ടാണ് വന്നിരിക്കുന്നത്, അതല്ലെങ്കിൽ അവസാനത്തെ ലഘുവായിരിക്കും. അതിനുള്ളൊരു ഉദാഹരണം താഴെയും തന്നിട്ടുണ്ട്. ലഘുവും ഗുരുവും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിലെ ഈ വൃത്തത്തിലെ ലക്ഷണം മനസ്സിലാക്കാനായി കഴിയുകയുള്ളൂ. ചൗപ്പായിലെ 16 മാത്രകൾ ഉണ്ടായിരിക്കും എന്നുള്ളത്, ഓരോ വരിക്കും 16 മാത്രകളാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത് രോല. രോല കൽ 24 11 13 യതി ധാരി, രോലയ്ക്ക് 24 മാത്രകളാണ് ഉണ്ടായിരിക്കുക. യഹ് മാത്രിക് സം ചന്ദ് ഹേ, ഇതും തുല്യമായിട്ടുള്ള ആ ഒരു വൃത്തമാണ്. ഇസ്കെ പ്രത്യേക് ചരൺമേം 24 മാത്രയും ഹോത്തി ഹേ, ഇതിൽ ഓരോ വരികളിലും 24 മാത്രകളാണ് ഉണ്ടായിരിക്കുക. ഇൻമേം 11വീം और 13വീം മാത്ര പർ യതി ഹോത്തി ഹേ, ഇതിൽ 11ാമത്തേതും 13ാമത്തേതും മാത്രയിൽ യതി എന്നുള്ള രീതിയിലാണ് അത് വരിക. യതി ധാരി എന്ന് വെച്ചാൽ 2 ലഘുവായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുള്ള ഉദാഹരണമാണ് രോലയ്ക്ക് ക്രം സേ ബഡ്നെ ലഗി യുഗൾ വീരോം കി ലാലി ലാലി ദേക്കർ നാച്ച് രഹേ ദേ രുത് കഭാലി വൻ മാലാ ധി ബനി ജബ് ഫോജബ ഫൂലോം കി ഡാലി രൺ ചണ്ഡി പർച്ചടി ബഡി കാലി മത്തുവാലി. ഇതിൽ വന്നിരിക്കുന്നതിൽ ആദ്യത്തേത് 2 ലഘു 1 ഗുരു, 2 ലഘു 1 ഗുരു, 1 ലഘുവും 1 ഗുരുവും, 3 ലഘുവാണ്, 2 ഗുരുവാണ്, 1 ഗുരുവാണ്, 2 ലഘുവാണ്. ഇപ്രകാരമാണ് ഇതിൽ ഉണ്ടായിരിക്കുക. ഗീതിക. മൂന്നാമത്തേത് ഗീതിക. രത്ന രവി യദി അന്തനഗെ തബ് ബനേഗ ഗീതിക. യഹ് മാത്രിക് സംചന്ദ് ഹേ, ഇസ്മേം പ്രത്യേക് ചരൺ മേ 26 മാത്രയും ഹോത്തി ഹേ, ഇതിൻ്റെ ഓരോ വരികളിലും 26 മാത്രകളാണ് ഉണ്ടായിരിക്കുക. ഇസ്കെ 14 और 11 मात्रा में 12वीं मात्रा पर यदि होती है, 14ാമത്തെയും 12ാമത്തെയും മാത്രയിൽ യതി ഉണ്ടായിരിക്കും. അന്തുമേ ക്രമശഃ ലഘു ഗുരു ഹോത്തെ ഹേ, ഇതിൽ ശരിയായ രീതിയിൽ തന്നെ ലഘുവും ഗുരുവുമാണ് ഇതിൻ്റെ അവസാനം വന്നുകൊണ്ടിരിക്കുക. നാലാമത്തേത് ഹരിഗീതിക. ശൃംഗാർ ഭൂഷൺ अंध लग रुचि गाइए हरिगीതിക. യഹ് മാത്രിക് അർദ്ധ സംചന്ദ് ഹേ, ഇതിൽ മാത്രിക് അർദ്ധ സംചന്താണ്. ഇതിൻ്റെ ഓരോ ചരണങ്ങളിലും 28 മാത്രകളാണ് ഉണ്ടായിരിക്കുക. 16 और 12 मात्राओं पर यदि होती है, चरणांत में 1 लघु और 1 गुरु होते हैं. 16ാമത്തെയും 12ാമത്തെയും മാത്രയിൽ യതി ഉണ്ടായിരിക്കും. അവസാനം 1 ലഘുവും 1 ഗുരുവും ഉണ്ടായിരിക്കും. दोहा. विषम चरण तेरे कला आदि जगन नहीं देत 11 मात्रा समचरण गुरु न अंध में ले.
यह मात्रिक अर्ध समचंद है। इसके पहले और तीसरे चरणों में 13, दूसरे और 14 चरणों में सम 11 മാത്രയും होती है. ഇത് ആദ്യത്തെയും മൂന്നാമത്തെ വരികളിൽ 13ഉം രണ്ടാമത്തെയും നാലാമത്തെയും വരികളിൽ 11 മാത്രകളാണ് ഉണ്ടായിരിക്കുക. विषम चरणों के आरंभ में जगन नहीं होना चाहिए तथा सम चरणों के अंत में लघु होना चाहिए. विषम ചരണത്തിൻ്റെ ആരംഭത്തിൽ ഒരിക്കലും ജഗൺ ആവരുത്. കൂടാതെ സമചരണത്തിൻ്റെ അവസാനം ലഘു ആവേണ്ടതും അത്യാവശ്യമാണ്. ബരേവേ വിഷം ബാര ബരേവേ സംദിൻ ജാന്ത് 19 മാത്രകളാണ് ഉണ്ടായിരിക്കുക. बरेवे चंद के विषम चरणों में यानी पहले और तीसरे चरणों में 12 मात्राएं, सम चरणों में यानी दूसरे और 14 चरणों में दिन अर्थात 7 दिन का मात्राएं होती है. बरेवे എന്നുള്ളതിൽ ആദ്യത്തെയും മൂന്നാമത്തെയും ചരണത്തിൽ 12 മാത്രകളും അത് തുല്യമായിരിക്കും. കൂടാതെ രണ്ടാമത്തെയും നാലാമത്തെയും ആ വരികളിൽ ദിൻ അർത്ഥാത് 7 दिन 7 ദിവസം എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് വരിക. ഇസ് പ്രകാർ ഇസ്കെ പ്രത്യേക് ദൽ में ഓരോ വരികളിലും 19 മാത്രയും होती है. ഇതിൽ 19 മാത്രകൾ ഉണ്ടായിരിക്കും. സം ചരണോं के अंत में जगन इसकी शोभा को बढ़ा देते हैं. സമചരണത്തിൻ്റെ അവസാനത്തിൽ ജഗണാണ് ഇതിന് ഏറ്റവും പ്രസക്തിയേറിയിരിക്കുന്നത്. സോരട്ട 13 സം വിഷ്മേഷ് ദോഹ ഉൾട്ട സോരട്ട. ദോഹയ്ക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സോരട്ട എന്നുള്ളത് കടന്നു വരുന്നത്. യഹ് മാത്രിക് അർദ്ധ സം ദന്ധേ ദോഹയ്ക്ക ഉൾട്ട. ദോഹയ്ക്ക് നേരെ വിപരീതമായിരിക്കും. इसके पहले और तीसरे चरणों में यानी विषम चरणों में 11 മാത്രയും सम चरणों में अर्थात दूसरे और 14 चरणों में 13 മാത്രയും होती है. ഇതിൽ വിഷം ചരണത്തിൽ 11 മാത്രകളും കൂടാതെ രണ്ടാമത്തെയും നാലാമത്തെയും വരികളിൽ 13 മാത്രകളുമാണ് ഉണ്ടായിരിക്കുക. ഉല്ലാൽ तिथि सरित्सम विषम में रखी उल्लालही कीजिए. यह मात्रिक अर्धसम चंद है. इसके प्रत्येक चरणों में ഇതിൻ്റെ ഓരോ ചരണങ്ങളിൽ 28 മാത്രകൾ ഉണ്ടായിരിക്കും. അന്തമേ ക്രമശഃ ലഘു ഗുരു ഹോത്തേ ഹെ. ഇതിൻ്റെ അവസാനം ലഘുവും ഗുരുവും വരും. ഇസ്കെ സം ചരണോമേ ഇതിൻ്റെ സമചരണങ്ങൾ 13, വിഷമചരണങ്ങൾ 15 മാത്രകളാണ് ഉണ്ടായിരിക്കുക. കവിത്ത് യാം एक योग 2 जोड़कर यदि देख भक्ति 3 राग के 4 सरस कवित मनहरन बनाइए. കവിത്ത് കെ പ്രത്യേക് ചരൺ മേ കവിത്വത്തിൻ്റെ ഓരോ വരികളിലും 31 വർണ്ണങ്ങൾ ഉണ്ടായിരിക്കും. അന്തമേ ക്രമശഃ ലഘു ഗുരു ഹോത്താ ഹെ. അവസാനം ലഘുവും ഗുരുവും ഉണ്ടായിരിക്കും. ഇസ്കെ സം ചരൺ മേ ഇതിൻ്റെ ആ തുല്യമായിട്ടുള്ള വരികളിൽ 13 വിഷമചരണങ്ങൾ 15 മാത്രകളാണ് ഉണ്ടായിരിക്കുക. ഇസ്കെ ഇതിൽ 16ാമത്തെ വർണ്ണം യതി ആയിരിക്കും. അന്തിം വർണ്ണ ഗുരു ഹോത്താ ഹെ. അവസാന വർണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഗുരുവായിരിക്കും. സവയ്യ बगन साथ मिला के गुरु 2 रचले तुम मद गधव्य सवയ്യ. സവയ്യക്ക് പ്രത്യേക ചരൺ में സവയ്യയുടെ ഓരോ വരികളിലും 22 മുതൽ 26 വരേക്കുമുള്ള വർണ്ണങ്ങളാണ് ഉണ്ടായിരിക്കുക. ഏക് ലയാത്മക് ചന്ദ് ഹേ. ഇത് വളരെയധികം ലയത്തോടു കൂടിയ ഒരു ചന്തമാണ്, താളത്തോടു കൂടിയ ഒരു ചന്താണെന്ന് പറയപ്പെടുന്നു. കുണ്ടലിയ ദോഹ രോല ജോട്ട്കെ കർ കുണ്ടലിയ ചന്ദ്. यह मात्रिक विषम चंद है. पहले के 2 चरण दोहे के 2 दल होते हैं. ഇതിൽ 2 ചരണങ്ങൾ ദോഹെ പോലെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടായിരിക്കുക. और शेष 4 रोला के 4 चरण. ബാക്കിയുള്ളവ 4 വരികളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേക ചരൺ മേ ഓരോ വരികളിലും 24 മൊത്തത്തിലായി വരുന്നത് 144 മാത്രകളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. ഇതിൽ യതി എന്ന് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. യതി എന്നാൽ നമ്മൾ ഒരു വരി കഴിഞ്ഞ് കുറച്ച് ഒരു വലിയൊരു വരിയിൽ ഇടയിൽ നിർത്തുക. അതല്ലെങ്കിൽ കോമ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഒരു സെക്കൻഡ് നിർത്തി അടുത്ത വരി തുടങ്ങുന്നത് അതിനെയാണ് യതി എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.